വൺസ് അഗൈൻ വെൽക്കം ടു വിങ്സ് ഓൺലൈൻ. നമ്മൾ ഇന്ന് ക്ലാസ് 9 ഇംഗ്ലീഷിലെ ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സീന എംലോപ്പ് എഴുതിക്കുന്ന അവരുടെ ലൈഫിൽ നിന്ന് എടുത്തൊരു ഏടാണ് ഈ ചാപ്റ്റർ. അവരെത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അവരാരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അവർ ലൈഫിൽ അതെങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്തത്, ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതായത് ഒരു പബ്ലിക് ടോയ്ലറ്റ് അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ പറയുന്ന ടോയ്ലറ്റ് ആയിരുന്നു അവർക്കെല്ലാം എന്നൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിലെ മെയിൻ ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ മെയിൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sina Mlope is totally shattered when her sister rebuked her. Prepare her diary. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡയറി എൻട്രി ആണ്. സീന എംലോപ്പിനെ നമുക്കറിയാം ചേച്ചിനായിട്ട് ഒരു ചെറിയ വഴക്കുണ്ടായിരുന്നു. നമുക്കറിയാം ഇവർ ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് എങ്ങോട്ട് വന്നു, ജൊഹാൻസ്ബർഗ് എന്ന സ്ഥലത്തേക്ക് വന്നു. ജൊഹാൻസ്ബർഗിൽ ആരാണുള്ളത്? സ്വന്തം ചേച്ചിയാണുള്ളത്. അപ്പോ ചേച്ചിയുടെ കൂടെ ആരും അറിയാതെയാണ് ചേച്ചി വർക്ക് ചെയ്യുന്ന ആ വീട്ടിൽ ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവിടുത്തെ മെയിൻ ലേഡി അല്ലെങ്കിൽ ആ ഒരു അമേരിക്കക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ, ആ ഒരു വൈറ്റ് ലേഡി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് ആണ് ഈ പറയുന്ന റൂമിൽ ആര് കഴിയുന്നത്? സീന എംലോപ്പെ കഴിയുന്നത്. അപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ത്? ചേച്ചി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. അതായത് ഈ പറയുന്ന നമ്മുടെ സീന എംലോപ്പയ്ക്ക് ഒരു ചെറിയ ജോലി റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ ജോലിക്ക് പോയതിനു ശേഷം എവിടെ വെയിറ്റ് ചെയ്യണം? പുറത്തൊരു പാർക്കിലാണ് പുള്ളിക്കാരി വെയിറ്റ് ചെയ്യാറ്, ചേച്ചി വരുന്നവരെ. ചേച്ചി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് കയറാം? ആരും അറിയാതെ പതുക്കെ ചെരുപ്പൊക്കെ പുറത്തൂരി വെച്ച് കാല് ഇങ്ങനെ പതുക്കെ പതുക്കെ ടിപ്ടോ ഒക്കെ ആയിട്ട് നടന്ന് എങ്ങോട്ട് പോവാം? ഈ പറയുന്ന റൂമിലോട്ട് കയറാം. അങ്ങനെയാണ് പൊതുവെ ഇവര് എല്ലാ ദിവസവും പോരുന്നത്. പക്ഷേ ഒരു ദിവസം എന്ത് പറ്റി? ചേച്ചിയുടെ അന്ന് ഓഫ് ഡേ ആയിരുന്നു. ചേച്ചി നോർമൽ ഉള്ള എല്ലാ ഒരു ഓഫ് ഡേ പോലെ സാധാരണ അന്ന് ഓഫ് ആയിരുന്നു. പക്ഷേ ചേച്ചി വരാൻ കുറച്ച് വൈകി. കുറച്ചധികം സമയം നമ്മൾ സീന എംലോപ്പെ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു? ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി വരുന്നില്ല. അപ്പൊ നേരെ അങ്ങോട്ട് റൂമിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കാന്ന് വിചാരിച്ചു. ആരും കാണാണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചു. ആ സമയത്ത് ഇരുന്ന് ഒരു ബുക്ക് വായിക്കുന്ന സമയത്താണ് ആര് വന്നത്? കുറച്ച് പട്ടികൾ വന്നത്. ആ പട്ടികൾ ഒന്ന് കുരയ്ക്കാൻ തുടങ്ങി. ഈ സംഭവം ആരറിഞ്ഞു? നമ്മുടെ മെയിൻ ലേഡി അറിഞ്ഞു. മെയിൻ ലേഡിക്ക് പക്ഷെ സംഭവം മനസ്സിലായില്ല. സീന എംലോപ്പയോട് വന്നതായിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവരെന്താ പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, നിങ്ങൾ തിരിച്ചു പോയിക്കോ, ചേച്ചിനോട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനിവിടെ 2-3 ദിവസമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, നിങ്ങൾ അറിയാണ്ടാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന കാര്യമൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിരുന്നു ഒരു പ്ലാൻ. പക്ഷെ അന്ന് ഈ പറഞ്ഞ ലേഡി പറഞ്ഞോണ്ട് നേരെ തിരിച്ച് പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്നപ്പോഴാണ് ചേച്ചി അറിയുന്നത് ഇവളെ അവർ കണ്ടു കഴിഞ്ഞു. ഇനി ഇവളെയും കൊണ്ട് തിരിച്ചു കയറുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് പറ്റി? ഇതിന് ശേഷം ചേച്ചി വന്നു, ഇവളെ മീറ്റ് ചെയ്തു. ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതാണ് പറയുന്നത് സീന എംലോപ്പെ ഈസ് ടോട്ടലി ഷാറ്റേർഡ് വെൻ ഹെർ സിസ്റ്റർ റിബ്യൂക്ഡ് ഹെർ. ചേച്ചി വഴക്ക് പറഞ്ഞതിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയി. ഓൾറെഡി ഒരാളോട് പോലും സംസാരിക്കാൻ കഴിയാതെ, ഒരാളോട് പോലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ, ഒരു ടോയ്ലറ്റിനെ ആശ്രയിച്ച് മാത്രമാണ് ഇവർ ഇത്രത്തോളം ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോലെ. ആ സമയത്ത് ഇതേപോലെ പ്രശ്നം ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയി വന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ടോട്ടലി മെന്റലി ഉണ്ട്. അപ്പൊ ഇതും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഷാറ്റേർഡ് ആയി പോയി, തകർന്നു പോയി. അപ്പൊ ആ ഒരു ഫീലിംഗിൽ അന്നത്തെ ദിവസം രാത്രി നമ്മൾ സീന എംലോപ്പെ ഒരു ഡയറി എഴുതാന്ന് വിചാരിക്കാം. ആ ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ മൺഡേ 10 PM ഡേ എഴുതാം, അതിനുശേഷം ടൈം എഴുതാം. നമുക്കറിയാം ഡയറിയുടെ എൻട്രി അങ്ങനെ തന്നെയാണ് അതിന്റെ ഫോർമാറ്റ്. ആദ്യം എന്ത് എഴുതും? ഡേ എഴുതാം, അതിനുശേഷം ടൈം എഴുതാം. നമ്മൾ 10 PM എന്നാണ് എഴുതിക്കുന്നത്. ഡേയും ടൈമും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പോ ഫസ്റ്റ് എങ്ങനെയാണ് എഴുതി തുടങ്ങണേ? ഓ വാട്ട് എ സാഡ് ഡേ. ഓ എത്ര വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. ഇങ്ങനെ ഒരു വിഷമമുള്ള ദിവസം ഇതേ വരെ ഉണ്ടായിട്ടില്ല. ലൈഫ് ഫീൽസ് സോ ഹാർഡ്. ജീവിതം വളരെ ഹാർഡായിട്ട്, ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിട്ടാണ് തോന്നിയത്. ഈവൻ ദോ ഐ ഗോട്ട് എ ജോബ്, സ്റ്റേയിങ് വിത്ത് മൈ സിസ്റ്റർ ഈസ് നോട്ട് ഈസി. ഒരു ജോലി കിട്ടിയതിന് ശേഷവും ചേച്ചിയുടെ കൂടെ നിൽക്കല് അത്ര എളുപ്പകരമായിരുന്നില്ല. ചേച്ചിയുടെ കാര്യം നമുക്കറിയാം. ചേച്ചി ഒരിക്കലും ഇവളെ വേദനിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചേച്ചിയുടെ നിവൃത്തികേടുകൊണ്ടാണ് ആരും അറിയാതെ അവിടെ ഇങ്ങനെ അവൾക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നത്. അപ്പോ ചേച്ചിയുടെ കൂടെ ജീവിക്കൽ ഇപ്പൊ അത്ര എളുപ്പമല്ല. ജോലി കിട്ടിയതിന് ശേഷവും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഐ ഹാവ് ടു ഹൈഡ് ഫ്രം അതേഴ്സ്. എനിക്കിപ്പോഴും വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഒളിച്ചു തന്നെയാണ് അവിടെ ജീവിക്കേണ്ടി വരുന്നത്. ആൻഡ് ലീവ് ദ ഹൗസ് ഏർലി ഇൻ ദ മോർണിംഗ്. അത് മാത്രമല്ല പുലർച്ചെ എഴുന്നേറ്റ് നമുക്കറിയാം 4:00 എഴുന്നേക്കണം. എന്നിട്ട് എങ്ങോട്ട് പോകണം? വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞ്, അത് റെഡി ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടിപ്ടോ ആയിട്ട് രാവിലെ എണീക്കുക, ലൈറ്റ് ഇടാൻ പറ്റില്ല, പകരം എന്താണ് ഒരു കാൻഡിൽ കത്തിച്ചിട്ട് വേണം കുളിക്കാനും ബ്രഷ് ചെയ്യാനൊക്കെ പോവാ. അതിനുശേഷം ടിപ്ടോ ആയിട്ട് കാലിന്റെ വിരലുകൾ മാത്രം താഴ്ത്തു മുട്ടിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നേരെ വാഷ്റൂമിലേക്കൊക്കെ പോകുന്നത്. അതിനുശേഷം ഈ പറയുന്ന ചെരുപ്പ് ബാഗിലാക്കി, ഷൂസ് ബാഗിലാക്കിയിട്ട് നടന്ന് നേരെ പുറത്തോട്ട് പോകും. ഇങ്ങനെയാണ് ഇവർ സാധാരണ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആൻഡ് ലീവ് ദ ഹൗസ് ഏർലി ഇൻ ദ മോർണിംഗ്. പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത്ര നേരത്തെ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ടും പക്ഷെ ഇരിക്കുന്നതാണ് നേരത്തെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. വിത്ത് 2 hours ബിഫോർ മൈ ബസ് ഐ സിറ്റ് ഇൻ ദ പബ്ലിക് ടോയ്ലറ്റ് റീഡിംഗ് മാഗസിൻസ് ആൻഡ് ഡ്രീമിങ്. അപ്പൊ നോക്കിയേ,
ഈ പറഞ്ഞ ബസ് വരാൻ 2 മണിക്കൂറുള്ളപ്പോ എങ്ങോട്ട് പോകണം? പബ്ലിക് ടോയ്ലറ്റിലോട്ടാണ് പോകുന്നത്. പബ്ലിക് ടോയ്ലറ്റിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് എന്താ ചെയ്യുന്നത്? ഐ സിറ്റ് ഇൻ ദ പബ്ലിക് ടോയ്ലറ്റ്. പബ്ലിക് ടോയ്ലറ്റിൽ ചെന്നിരിക്കുന്നു. റീഡിംഗ് മാഗസിൻസ് ആൻഡ് ഡ്രീമിംഗ്. മാഗസിൻസ് വായിച്ച് ഡ്രീം ചെയ്തിരിക്കുകയാണ്. പകൽ സ്വപ്നം കാണിച്ച മാഗസിൻസ് ഒക്കെ വായിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് എവിടെ ഇരിക്കുകയാണ്? ഈ പറയുന്ന ടോയ്ലറ്റിൽ ഇരിക്കലാണ് പുള്ളിക്കാരുടെ പണി എന്നല്ല, അവർക്ക് അതാണ് അവരുടെ അവസ്ഥ. ടുഡേ ഐ വെയിറ്റഡ് നിയർ മൈ സിസ്റ്റേഴ്സ് റൂം. അപ്പൊ ഇന്ന് ആ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഐ വെയിറ്റഡ് നിയർ മൈ സിസ്റ്റേഴ്സ് റൂം. ചേച്ചി വരാൻ വൈകിയപ്പോ എന്ത് ചെയ്തു? ചേച്ചിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ പോയി അങ്ങോട്ട് ഇരുന്നു. ഷി വാസ് ലേറ്റ്. ചേച്ചി വരാൻ ലേറ്റ് ആയി. ഐ തോട്ട് നോ വൺ വുഡ് സീ മീ. എന്താ വിചാരിച്ചത്? ആരും എന്നെ കാണില്ല, അങ്ങനെയാണ് വിചാരിച്ചത്. ബട്ട് ദ ഡോഗ്സ് ബാർക്ക്ഡ് ആൻഡ് ദ ലാൻഡ് ലേഡി കെയിം. പക്ഷെ എന്ത് പറ്റി? വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പട്ടികൾ കുരച്ച് ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ പട്ടിയുടെ കുര കേട്ടിട്ട് ആര് വന്നു പുറകെ? ലാൻഡ് ലേഡി, അവിടുത്തെ മെയിൻ ഓണർ, ആ സ്ത്രീയും കൂടി വന്നു. ഐ ലൈക്ക് ടു ഹർ സംഹൗ. എങ്ങനെ എന്തൊക്കെയോ ഒരു നുണകളൊക്കെ പറഞ്ഞ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ലാൻഡ് ലേഡിക്ക് മനസ്സിലായില്ല, കുറെ ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്ന കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്തൊക്കെയോ നുണകളൊക്കെ പറഞ്ഞു. ഈ പറയുന്ന ലാൻഡ് ലേഡിനോട് കുറച്ച് നുണയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. വെൻ മൈ സിസ്റ്റർ കെയിം. ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴുള്ള കാര്യമാണ് പറയാൻ കേട്ടോ. ഷി വാസ് ആംഗ്രി. ചേച്ചി വന്നു കഴിഞ്ഞപ്പോ, ഇപ്പൊ നേരെ പുറത്താണ് നിൽക്കുന്നത്. ചേച്ചി ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ എന്ത് പറ്റി? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വെൻ മൈ സിസ്റ്റർ കെയിം, ചേച്ചി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷി വാസ് ആംഗ്രി. ഇതൊക്കെ അറിഞ്ഞപ്പോ ചേച്ചിക്ക് വളരെയധികം ദേഷ്യം വന്നു. ആൻഡ് ഷൗട്ടഡ് അറ്റ് മീ. അത് മാത്രമല്ല, ഇവിടെ അടുത്ത അത്യാവശ്യം നല്ല രീതിയിൽ ചേച്ചി റേസ് ആയി. ഷി ഡിഡ്ന്റ് ടോക്ക് ടു മീ ഫോർ എ വൈൽ. കുറച്ചധികം സമയത്തേക്ക് ചേച്ചി എന്നോട് മിണ്ടിയേ ഇല്ല. ചേച്ചി മിണ്ടിയപ്പോ എന്താ പറഞ്ഞത്? നിനക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, ആരും അറിയാതാണ് നീ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഇനി ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ ബാക്കിയുള്ളവരോട് പ്രസന്റ് ചെയ്യുക? അല്ലെങ്കിൽ ഇനി നീ വീട്ടിലോട്ട് കയറിയാൽ അവരെന്താണ് ചോദിക്കുക, അവരെന്താണ് പറയാ, അവരിതൊക്കെ കാര്യങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മൊത്തത്തിലാകെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും. ഐ ഫെൽറ്റ് സോ ഹേർട്ട് ആൻഡ് അൺവാണ്ടഡ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കരമായിട്ട് വിഷമം വന്നു. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതായത് ആർക്കും എന്നെ വേണ്ട, ഞാൻ ഭയങ്കര യൂസ്ലെസ് ആണ്, ചേച്ചിക്കും എന്നോട് ഇപ്പൊ ദേഷ്യമായി തുടങ്ങി, ചേച്ചിക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി തുടങ്ങി, അമ്മയ്ക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു അൺവാണ്ടഡ് ആ ഒരു ഫീലിംഗ് ആരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി? നമ്മുടെ സീന എംലോപ്പയുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഓൺ ദ വേ ഹോം, വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ ഐ വോണ്ടഡ് ടു ക്രൈ. നമ്മുടെ സീനമിലോപ്പിക്ക് ഒന്ന് പൊട്ടിക്കരയണം എന്നുണ്ട്. ഐ ജസ്റ്റ് വിഷ് സംവൺ വുഡ് ടെൽ മീ ദാറ്റ് ഐ മാറ്റർ. അപ്പോൾ ആ സമയത്ത് തോന്നണേ, എന്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് വരണം, ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാവണം. ആ ഫ്രണ്ട് എന്നോടൊന്ന് പറയണം, നീ അത്ര യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളല്ല, നീ ആർക്കെങ്കിലും ഒക്കെ മാറ്റർ ആണ്. അതായത് നീ പറയുന്ന പോലെ നീ ആർക്കും വേണ്ടാത്ത ഒരാളല്ല, നിന്നെ കൊണ്ട് ആർക്കും ഒരു യൂസ് ഇല്ല, അങ്ങനെയല്ല, നീ ഇമ്പോർട്ടന്റ് ആണ്, നീ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നീ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഫ്രണ്ട് അല്ലെങ്കിൽ ഈ ലോട്ട് ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഇവൾക്ക് തോന്നണേ. ദാറ്റ് ഐ എം നോട്ട് എലോൺ. അതോടൊപ്പം നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, അങ്ങനെ കാര്യങ്ങൾ എന്നോട് പറയണം. ആൻഡ് ദാറ്റ് മൈ ഡ്രീംസ് വിൽ കം ട്രൂ. അതേപോലെ തന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം യാഥാർത്ഥ്യമാകും. ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, ഐ എം ഫീലിംഗ് ബ്രോക്കൺ ഇൻസൈഡ്. ദൈവമേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആണ്. അതായത് എത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. അപ്പോൾ ഞാൻ ആകെ കൂടെ ബ്രോക്കൺ, ആകെ കൂടെ തകർന്നിരിക്കുകയാണ്. ഐ എം ഫീലിംഗ് ബ്രോക്കൺ ഇൻസൈഡ്. ഞാൻ മൊത്തത്തിലാകെ ബ്രോക്കൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, ദൈവം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഡയറി അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറി എൻട്രി. അടുത്തതായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീന എംലോപ്പി വാസ് റിബ്യൂക്ഡ് ബൈ ഹർ സിസ്റ്റർ ആസ് ഷീ വാസ് സ്പോട്ടഡ് ബൈ ദ ലാൻഡ് ലേഡി. നേരത്തെ അതേ ഇൻസിഡന്റ് ആണ് മെയിൻ സംഭവം. അതായത് ചേച്ചി പിടിച്ചു, അല്ലെങ്കിൽ ചേച്ചി വന്നപ്പോ അനിയത്തി പുറത്ത് നിൽക്കാണ്, ലാൻഡ് ലേഡി പിടിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ചേച്ചി വഴക്ക് പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് പ്രിപ്പയർ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കോൺവെർസേഷൻ ഒക്കെ നമുക്ക് അറിയാം, വളരെ എളുപ്പമാണ്, എന്നാൽ നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് സിസ്റ്റർ, നമ്മുടെ സിസ്റ്റർ സീന എംലോപ്പയുടെ സിസ്റ്റർ ആണ്. സീന, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ്? ചോദിക്കണം, നോർമലി ചോദിക്കണം, നീ എന്താ പുറത്ത്? അതായത് നീ ഈ പറയുന്ന പോലെ ഇവിടെ അല്ലല്ലോ നിൽക്കേണ്ടത്, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? സീന, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ നമ്മുടെ സീന എംലോപ്പി പറയാണ്, ഞാൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സിസ്റ്റർ, ഐ ടോൾഡ് യു നോട്ട് ടു ബി സീൻ. അപ്പൊ സിസ്റ്റർ പറയാണ്, ഞാൻ പറഞ്ഞിരുന്നു ആരും കാണാണ്ട് വേണം നീ ഇവിടെ നിൽക്കാനൊക്കെ, പക്ഷെ നീ എന്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? സീന, ഐ ഡിഡ്ന്റ് തിങ്ക് ദേ വുഡ് നോട്ടീസ് മീ. അപ്പൊ പറയാണ്, എനിക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം. പറഞ്ഞിട്ട് പറയാണ്, അവരെന്നെ നോട്ടീസ് ചെയ്ത് ഞാൻ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അവരെന്നെ നോട്ടീസ് ചെയ്യും, അവരെന്നെ കാണും, ഈ പട്ടി ഒന്ന് കുറക്കുന്ന കാര്യമൊക്കെ അറിയുമായിരുന്നോ? ഇല്ലേ, അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സിസ്റ്റർ പറയാണ്, ഡു യു നോ ഹൗ മച്ച് ട്രബിൾ ദിസ് ക്യാൻ കോസ്? അപ്പൊ ചോദിക്കാണ്, എത്രത്തോളം ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നു നിനക്ക് വല്ല ഊഹം ഉണ്ടോ? സീന, യെസ് ഐ നോ. സീന പറയാം, എനിക്ക് അറിയാനിട്ടല്ല, പക്ഷെ അറിയാം, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. സിസ്റ്റർ, യു ഷുഡ് ഹാവ് വെയിറ്റഡ് സംവെയർ എൽസ്. അപ്പൊ സിസ്റ്റർ പറയാം, നീ വേറെ എവിടെയെങ്കിലും ആയിരിക്കണം ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ സീന, ഐ എം റിയലി സോറി. സീന സോറി ഒക്കെ പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റല്ല, അതുകൊണ്ടാണ് സോറി പറയുന്നത്.
സിസ്റ്റർ മൈ ലൈഫ് ഈസ് ഓൾറെഡി ഡിഫിക്കൽട്ട് പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് വേഴ്സ്. അപ്പൊ സിസ്റ്റർ പറയണേ എന്റെ ലൈഫ് ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ്, ഇനി അത് കുറച്ചും കൂടി നീ ഒരു പ്രശ്നത്തിലേക്ക് ആക്കരുത്. അപ്പോ സീന പറയണം ഐ ഡോണ്ട് വോണ്ട് ടു ബി ബേർഡൻ. ചേച്ചിക്ക് ഒരു ബേർഡൻ ആവണം, ചേച്ചിക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവണം എന്ന് എനിക്കില്ല, പക്ഷെ ഇത് സംഭവിച്ചു പോയതാണ്. സിസ്റ്റർ യു ആർ നോട്ട് ബട്ട് ബി കെയർഫുൾ. അപ്പൊ ചേച്ചി പറയണം നീ ഒരു ബേർഡൻ ആണ്, നീ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്താണ് നീ കുറച്ചുകൂടി കെയർഫുൾ ആവണമായിരുന്നല്ലേ, നീ കുറച്ച് കെയർഫുൾ ആവണം. സീന ഐ നെവർ മെൻ ടു കോസ് ട്രബിൾ. അപ്പൊ പറയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. സിസ്റ്റർ മേ ബി ബട്ട് ദ പീപ്പിൾ ഹിയർ ആർ ഇൻ കൈൻഡ്. അപ്പൊ ചേച്ചി പറയണം ചിലപ്പോ നീ അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിലും ഇവിടെയുള്ള മനുഷ്യർ അത്ര കൈൻഡ് ഒന്നുമല്ല, അവർ ഇത്ര സ്നേഹം കാണിക്കുന്ന ആൾക്കാരോ ഭയങ്കര സഹാനുഭൂതിയുള്ള ആൾക്കാരോ ഒന്നും അല്ല. സീന ഐ അണ്ടർസ്റ്റാൻഡ്. സീന പറയാം എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. സിസ്റ്റർ ഐ ഡോണ്ട് നോ വാട്ട് ദേ വിൽ ഡു ഇഫ് ദേ സീൻ യു അഗൈൻ. അപ്പൊ സിസ്റ്റർ പറയാണ് ഇനിയിപ്പോ നമ്മൾ രണ്ടാമത് വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ അവരെന്തും വിചാരിക്കും, അവരെന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾക്ക് തിരിച്ചറിയുന്നൊന്നും എനിക്കറിയില്ല. സീന ഐ വിൽ ബി മോർ കെയർഫുൾ ഫ്രം നൗ ഓൺ. ഇനി മുതൽ ഞാൻ അത്യാവശ്യം ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി കെയർഫുൾ ആയിക്കോളാം എന്നാണ് ഈ പറയുന്ന കോൺവെർസേഷനിൽ ലാസ്റ്റ് സീന എംലോപ്പി പറയുന്നത്. അടുത്തതാണ് പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ഹൗ പേഴ്സണൽ സ്ട്രഗിൾ ഷേപ്പ് അവർ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ദി സ്റ്റോറി ദ ടോയ്ലറ്റ്. അപ്പോ നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ് ദ ടോയ്ലറ്റ്. ആ ടോയ്ലറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തിനാണ്? ഹൗ പേഴ്സണൽ സ്ട്രഗിൾ ഷേപ്പ് അവർ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ദ റീഡിംഗ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ, ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുക, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ ആക്ച്വലി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിന്റെ ബേസിൽ നമുക്ക് കുറച്ചൊരു പ്രിപ്പറേഷൻ നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമിന് നമുക്ക് വളരെയധികം മാർക്ക് കുറഞ്ഞു, ആ മാർക്ക് കുറഞ്ഞത് നമുക്ക് കിട്ടിയ ഒരു സ്ട്രഗിൾ ആണ്. ആ മാർക്ക് കുറഞ്ഞത് നമുക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. അപ്പൊ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ബാക്കി എക്സാംസിനെ ഇത് ബേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ പറ്റും, നമ്മളെ ഫ്യൂച്ചർ കുറച്ചും കൂടി നല്ലതാക്കാൻ പറ്റും. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ വരുന്ന സ്ട്രഗിൾസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു റൈറ്റപ്പ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഹൗ പേഴ്സണൽ സ്ട്രഗിൾ ഷേപ്പ് അവർ ഫ്യൂച്ചർ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ സ്വകാര്യപരമായിട്ടുള്ള പേഴ്സണൽ സ്ട്രഗിൾസ് ഏത് രീതിയിലാണ് ഒരാളുടെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ റൈറ്റപ്പ് ആണ് നമുക്കറിയാം, ഒരു ഹെഡിങ് കൊടുക്കണം, അതിനുശേഷം പാരഗ്രാഫ് വൈസ് വേണം എഴുതാൻ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകൾ നമ്മൾ എങ്ങനെ തന്നെ എഴുതണം, പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. പാരഗ്രാഫ് തിരിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാർക്ക് കുറക്കാവുന്നതാണ്. അപ്പൊ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പാരഗ്രാഫുകൾ തിരിച്ച് തന്നെ എഴുതണം. സ്ട്രഗിൾസ് ഇൻ ലൈഫ് മേക്ക് us strong and prepare us to face bigger challenges. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സ്ട്രഗിൾസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രഗിൾസ് മേക്ക് us strong, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാണ് ചെയ്യുക. ആൻഡ് പ്രിപ്പയർ us to face bigger challenges, അതിലും വലിയ ചാലഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളെ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൻ വി ഗോ ത്രൂ പെയിൻ ഓർ ഫെയിലിയർ, നമ്മൾ എന്തെങ്കിലും വേദനയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോൽവിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. വി ലേൺ ഹൗ ടു കീപ് ഗോയിങ് ആൻഡ് നോട്ട് ഗിവ് അപ്പ്. നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം. അതായത് ഒരിക്കലും പിന്നെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല, നമ്മൾ വേണ്ടാന്ന് വെക്കില്ല, മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് വി ലേൺ ഹൗ ടു കീപ് ഗോയിങ്, മുൻപോട്ട് എങ്ങനെ പോവാമെന്നും കൂടി നമ്മൾ അതിലൂടെയാണ് പഠിക്കുന്നത്. പീപ്പിൾ ഹു ഫേസ് ഹാർഡ്ഷിപ്പ് ഓഫൺ ബിക്കം മോർ ഫോക്കസ്ഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ഹാർഡ്ഷിപ്പിൽ കൂടിയാണ് നമ്മൾ കൂടുതലും നമ്മളുടെ മുമ്പിൽ കുറെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, പീപ്പിൾ ബിക്കം മോർ ഫോക്കസ്ഡ്. നമ്മൾ പതുക്കെ അതിൽ നല്ല ഫോക്കസ് ചെയ്യാനുള്ള ഒരു സംഭവം നമ്മൾ പതുക്കെ പഠിച്ചു തുടങ്ങും. ആൻഡ് ഡിറ്റർമൈൻഡ്, അതേപോലെ തന്നെ ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ടു റീച്ച് ദെയർ ഗോൾസ്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ലക്ഷ്യത്തിൽ എത്തി തന്നെ ചേരും. ഇൻ ദ സ്റ്റോറി ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റോറിയിൽ സീന എംലോപ്പി ഷെയർസ് ഹെർ ഓൺ സ്ട്രഗിൾസ്. അവരുടെ തന്നെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അവർ ഈ പറഞ്ഞ ചാപ്റ്ററിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ ഹാഡ് നോ പ്ലേസ് ടു സ്റ്റേ. അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, അവർക്ക് താമസിക്കാൻ പോലും ഒരു ഇടം ഉണ്ടായിരുന്നില്ല. സോ ഷീ ലീവ്ഡ് വിത്ത് ഹെർ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ ആരുടെ കൂടെയാണ് നിന്നിരുന്നത്, ജോഹാൻസ്ബർഗിൽ സ്വന്തം ചേച്ചിയുടെ കൂടെയാണ് നിന്നിരുന്നത്. ബട്ട് ഷീ ഹാഡ് ടു ഹൈഡ് ഫ്രം അതേഴ്സ്. പക്ഷേ വെറുതെ നിന്നതല്ല, അവർ നിൽക്കുന്ന കാര്യം വേറൊരാൾ അറിയാണ്ട് ഒളിച്ചാണ് അവിടെ നിന്നിരുന്നത്. എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഷി വോക്ക് അപ്പ് ഏർലി ആൻഡ് ക്വയറ്റ്ലി ലെഫ്റ്റ് ദി ഹൗസ്. എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേക്കും, ആരും അറിയാതെ പോവുകയും ചെയ്യും. ഷീ സ്പെൻഡ് അവേഴ്സ് എലോൺ ഇൻ എ പബ്ലിക് ടോയ്ലറ്റ്. ഒരു കുറെ മണിക്കൂറുകൾ എന്താണ് ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഈ പറയുന്ന ബസ് വരുന്ന ആ ഒരു 2 മണിക്കൂർ എന്ത് ചെയ്യണം, ഒരു പബ്ലിക് ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ആർക്കും ഉണ്ടായത്, നമ്മുടെ സീന എംലോപ്പിക്ക് ഉണ്ടായിരുന്നത്. ടു അവോയ്ഡ് ബീങ് സീൻ, ആരും കാണാണ്ടോ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. അറ്റ് ഫസ്റ്റ് ദിസ് മെയ്ഡ് ഹെർ ഫീൽ സാഡ്. തുടക്കത്തിലേക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ടോയ്ലറ്റിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കും ഇഷ്ടമുള്ളതൊരു കാര്യമാണ്, പക്ഷെ ഇരിക്കാൻ ചെയ്യേണ്ടി വന്നു. തുടക്കത്തിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിരുന്നു. ആൻഡ് അൺവാണ്ടഡ്, ആർക്കും എന്നെ വേണ്ട എന്നുള്ളൊരു തോന്നൽ കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു.
ബട്ട് സ്ലോലി, പക്ഷെ പതുക്കെ പതുക്കെ ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ദാറ്റ് ടൈം ടു റീഡ് ആൻഡ് റൈറ്റ്. പതുക്കെ പതുക്കെ ആ ടൈം ഇവർ എന്തിനു യൂസ് ചെയ്തു? പഠിക്കാനും കുറച്ച് സംഭവങ്ങളൊക്കെ വായിക്കാനും എഴുതാനുമാണ് ആ സമയങ്ങളിൽ ഇവർ യൂസ് ചെയ്തത്. റൈറ്റിംഗ് ബിക്കം എ വേ ടു എക്സ്പ്രസ് ഹെർ ഫീലിങ്സ്. റൈറ്റിംഗ് എന്താണ്? ഇവളുടെ ഫീലിങ്സ് തുറന്നു കാണിക്കാൻ വേണ്ടി ഇവളെ ഹെൽപ്പ് ചെയ്തു തുടങ്ങി. അതായത് ഇവളുടെ മനസ്സിൽ പല കാര്യങ്ങളും വന്നു തുടങ്ങും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവൾക്ക് പുറത്തെടുക്കാനുള്ളത് എങ്ങനെയാണ്? എഴുത്തിലൂടെ ആയിരുന്നു. അപ്പൊ ആ സംഭവമൊക്കെ ഇവിടെ ഇവൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. പതുക്കെ പതുക്കെ ഫീലിങ്സ് ഒക്കെ ഇവൾ എന്ത് ചെയ്തു? എഴുതാൻ വേണ്ടി തുടങ്ങി. ആൻഡ് എസ്കേപ്പ് ഹെർ പെയിൻ. പതുക്കെ പതുക്കെ എന്താണ്? വേദനകളിൽ നിന്ന് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ, ഒരു റിലീവ്ഡ് ആയ പുള്ളിക്കാരി. ദോസ് ക്വൈറ്റ് അവേഴ്സ്, ആ ഒരു ക്വൈറ്റ് അവേഴ്സ്, ആ ഒരു നിശബ്ദമായ മണിക്കൂറുകൾ ഹെൽപ്ഡ് ഹെർ ഡിസ്കവർ ഹെർ ടാലന്റ്. അവളുടെ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാനാണ് ഈ മണിക്കൂറുകൾ അവളെ സഹായിച്ചത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളെ പേഴ്സണൽ സ്ട്രഗിൾസ് എങ്ങനെയാണ് നമ്മളെ ഫ്യൂച്ചറിലേക്ക് ഷേപ്പ് ചെയ്യുന്നതെന്നാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രഗിൾസുകൾ വന്നുകൊണ്ട് ഇവൾക്ക് എന്ത് മനസ്സിലായി? ഇവൾക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന കഴിവ്. ഇനിയിപ്പോ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ കൂടുതൽ ലൈഫിൽ വന്നാൽ കുറച്ചും കൂടി അവൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി ഇത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് അവള് ജീവിതം തുടർന്നു വന്നത്. ഹെർ ടഫ് ലൈഫ് മെയ്ഡ് ഹെർ സ്ട്രോങ്. അവളുടെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫ് അവളെ സ്ട്രോങ് ആക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് അവൾ ഭയങ്കര വീക്കായി എങ്ങനെ ഒളിച്ചുപോയൊന്നുമില്ല. അവൾ പിന്നെ സ്ട്രോങ് ആയി. ത്രൂ ഹെർ ഹാർഡ് വർക്ക് ആൻഡ് റൈറ്റിംഗ്. അവളുടെ എഴുത്തുകളിലൂടെയും അവളുടെ ഹാർഡ് വർക്കിലൂടെയാണ് ഇതൊക്കെ സാധിച്ചത്. ഷീ ബിക്കേം എ വെൽ നോൺ സ്റ്റോറി ടെല്ലർ. അതേപോലെ തന്നെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലർ ആയിട്ടും ആരും മാറി? നമ്മൾ സീന എംലോപ്പെ മാറി. ഇത് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഹെർ സ്റ്റോറി ടീച്ചേഴ്സ് us that struggles are not the end. അവരുടെ ജീവിതം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? സ്ട്രഗിൾസ് ആർ നോട്ട് ദി എൻഡ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിൽ വന്നാൽ അതൊന്നിന്റെ അവസാനമല്ല, അതൊരു തുടക്കം മാത്രമായിരിക്കും കേട്ടോ. ക്യാൻ ബി ദ ബിഗിനിങ് ഓഫ് സക്സസ്. എന്തിന്റെ? വിജയത്തിന്റെ സക്സസ്, വിജയത്തിന്റെ തുടക്കമായിട്ട് അത് മാറും. ഇഫ് യു സ്റ്റേ പേഷ്യന്റ്, നമ്മൾ വളരെയധികം ക്ഷമയോടുകൂടിയും ആൻഡ് നെവർ ലൂസ് ഹോപ്പ്, ഈ പറഞ്ഞ പ്രതീക്ഷ കൈവിടാതെയും അതേപോലെ തന്നെ ഹോപ്പ് കൈവിടാതെയും ക്ഷമയോടും കൂടി നിന്നാൽ നമുക്ക് ഉറപ്പായിട്ടും എന്തുണ്ടാവും? നമുക്ക് ഉറപ്പായിട്ടും ഒരു വിജയം ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരുടെ ലൈഫിലേക്കും കടന്നു വരും. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത എക്സാമിന് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മളുടെ സ്ട്രഗിൾസ് നമ്മളെ ഫ്യൂച്ചറിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. Sina Mlope, next question ആണ്. Sina Mlope, the author of the Toilet, was selected as one of the BBC's 100 women. നമുക്കറിയാം BBCയുടെ ബെസ്റ്റ് 100 വുമൺ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ആര് വന്നിരുന്നു? സീന എംലോപ്പി എന്ന് പറഞ്ഞ ഓതർ, നമ്മുടെ ഓതർ വന്നിരുന്നു. ആൻഡ് ഹെർ ബർത്ത്ഡേ is celebrated as National Storytelling Day in South Africa. സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ പറയുന്ന സീന എംലോപ്പയുടെ ബർത്ത്ഡേ ആണ് നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പ്രിപ്പയർ ആൻ ഇമെയിൽ കൺഗ്രാജുലേറ്റിംഗ് ഹെർ ഓൺ ഹെർ അച്ചീവ്മെന്റ്സ്. അവരുടെ അച്ചീവ്മെന്റ്സിനെ അവർ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഫ്രം ടു രണ്ട്, ഇവിടെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്, സീന എംലോപ്പയുടെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ് കൊടുത്തു. സബ്ജക്ട് എന്താണ്? സബ്ജക്ട് കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ വണ്ടർഫുൾ അച്ചീവ്മെന്റ്സ്. ഇവർക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സിലൊക്കെ ഒരു കൺഗ്രാജുലേഷൻസ് പറയാം. ഡിയർ മിസ് സീന എംലോപ്പെ, സീന എംലോപ്പയുടെ പേര് പറഞ്ഞു. വാം ഗ്രീറ്റിംഗ്സ്. ഐ എം റൈറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ്. ഞാൻ ഇമെയിൽ എഴുതുന്നത് എന്തിനാണ്? നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്. എന്തിന്? നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റ്സിനെ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബീങ് സെലക്ടഡ് as one of BBC's 100 women is truly inspiring and well deserved. നിങ്ങൾ ഈ പറയുന്ന ആ ഒരു 100 വുമൻസിൽ നിങ്ങൾക്ക് ഒരു പേര് നേടാൻ, നിങ്ങൾക്ക് ഒരു ഇടം നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ്? നിങ്ങൾ ഡിസർവിംഗ് ആണ്, നിങ്ങൾക്ക് അത് അർഹത ഉള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ട്രൂലി ഇൻസ്പയറിംഗ്, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലർക്കും എന്തൊക്കെ നേടാം എന്നുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. അതിനുശേഷം എഴുതിക്കുന്നത് യുവർ പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ദ വേ യു ഷെയർ. നിന്റെ ആ ഒരു പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു രീതി, സ്റ്റോറി ടെല്ലിംഗിലുള്ള സീന എംലോപ്പയുടെ രീതി, ആൻഡ് ദ വേ യു ഷെയർ യുവർ ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളെ ലൈഫിലെ ആ ഒരു എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ നിങ്ങൾ പങ്കിടുന്ന രീതിയും അല്ലെങ്കിൽ ഹാവ് ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് മെനി. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു സംഭവത്തിൽ എന്താണ്? ഹാവ് ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് മെനി. ആ ഒരു രീതി കൂടെ നിങ്ങൾ കഥ വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് എന്താണ്? അത് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, വളരെയധികം നമ്മളെ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. It is also a great honor that your birthday is celebrated as National Storytelling Day in South Africa. സൗത്ത് ആഫ്രിക്ക പോലുള്ള ഒരു രാജ്യത്ത് നിങ്ങളുടെ ബർത്ത്ഡേ നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം എന്താണ്? ഒരു ഓണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വേ ടു റെക്കഗ്നൈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഈ പറയുന്ന സംഭവമൊക്കെ എന്താണ്? ഇവരുടെ ലിറ്ററേച്ചറിലേക്കും കൾച്ചറിലേക്കും എഡ്യൂക്കേഷനിലേക്കൊക്കെ എന്താണ്? ഇവരുടെ ഒരു റെക്കഗ്നിഷൻ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയിട്ട് ആചരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് അത് എന്താണ് ആ ഒരു ഡേ എന്ന് വെച്ചാൽ ഇവരുടെ ബർത്ത്ഡേ ആണെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. അപ്പൊ ഇവരുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ കൾച്ചർ, ലിറ്ററേച്ചറിലേക്കൊക്കെ ഇവർ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭാവനകളിലൊക്കെ അത് കുറച്ചുകൂടി റെക്കഗ്നൈസബിൾ ആവും.
യു സ്റ്റോറി ദ ടോയ്ലറ്റ് ടീച്ചസ് us how personal struggles can shape a bright future. അതേപോലെ തന്നെ നിങ്ങളുടെ ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, പേഴ്സണൽ സ്ട്രഗിൾസ് ഒരാളുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ എത്രത്തോളം സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുന്നതാണ് അതിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായത്. യു ആർ എ ട്രൂ എക്സാമ്പിൾ ഓഫ് കറേജ്, ഹോപ്പ് ആൻഡ് ഡിറ്റർമിനേഷൻ. പ്രതീക്ഷയുള്ളതും കറേജ് ഉള്ളതും ഡിറ്റർമിനേഷന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കണക്കാക്കുന്നത്. താങ്ക് യു ഫോർ ബീങ് എ ലൈറ്റ് ടു സോ മെനി. ഒരുപാട് ആൾക്കാർക്ക് ഒരു മെയിൻ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ട് മാറേണ്ട ഒരു എന്താ പറയാ ഒരു വെളിച്ചമായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. വിഷിംഗ് യു കണ്ടിന്യൂഡ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ഓൾ ദാറ്റ് യു ഡു. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവട്ടെ, വിജയം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. വിത്ത് റെസ്പെക്ട് ആൻഡ് അഡ്മിറേഷൻ നിഷ. പേര് നമ്മൾ കൊടുത്തതാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ആൻഡ് അഡ്മിറേഷൻ നിഷ. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ് എൻഡ് ചെയ്യുന്നതാണ്. അപ്പോ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ നോട്ട് ചെയ്യുന്ന മെയിൻ ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പോ നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. കാരണം നമുക്ക് ഉള്ള ഇത്രയും ബേസ് ചെയ്ത്, അതായത് ഓൺ എക്സാമിന് വരുന്ന മെയിൻ പോർഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ് ദ ടോയ്ലറ്റ്. അപ്പോൾ ഇതിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്റർ എക്സാം ആയാലും മെയിൻ എക്സാം ആയാലും ഈ പറഞ്ഞ ലാസ്റ്റത്തെ ഇമെയിൽ ഐഡിയൊക്കെ ഉള്ള എക്സാംസ് മോഡൽ ക്വസ്റ്റ് പേപ്പറിലും പ്രീവിയസ് ഇയറിലൊക്കെ ഉള്ളതാണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും ഈ പറയുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നോക്കി പോയാൽ. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.